അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ആഗ്രഹിച്ച ജോലി നേടാൻ, അല്ലെങ്കിൽ ജോലി ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തൃപ്തനല്ല, നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അത്ഭുതം നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുകയാണെങ്കിൽ പ്രതീക്ഷിച്ച ആഗ്രഹിച്ച ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ ഒരുപാട് ഫലമുള്ള ആത്മാർത്ഥതയോടുകൂടെ, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ആത്മാർത്ഥതയോടുകൂടെ നെയ്യത്തോടുകൂടെ ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നിങ്ങളുടെ കൂടെ പോരും. ഈ സ്വലാത്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. ഏത് രാജ്യത്താണ്, എത്ര ഉന്നതിയിലുള്ള ജോലിയാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ഈ സ്വലാത്ത് ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആ സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ മുശാഹദ. സ്വലാത്തുൽ മുശാഹദ അല്ലേ, വളരെ പ്രസിദ്ധമായ ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് സ്വലാത്തുൽ മുശാഹദ. ഈ സ്വലാത്തുൽ മുശാഹദ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതാഗ്രഹമാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അല്ലാഹു നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരിക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സ്വലാത്തുൽ മുശാഹദ എങ്ങനെയാണെന്ന് ഞാൻ പറയാദ്യം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഫ്തഹു ലനാ ബിഹാ അബ്വാബൽ മുശാഹദ വ തുനവ്വിറു ബിഹാ ഖുലൂബനാ. ഇതാണ് സ്വലാത്തിൻ്റെ രൂപം. വളരെ സിമ്പിളാണ്, ചെറിയ ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഫ്തഹു ലനാ ബിഹാ അബ്വാബൽ മുശാഹദ വ തുനവ്വിറു ബിഹാ ഖുലൂബനാ. ഇതാണ് സ്വലാത്തിൻ്റെ രൂപം. ചെറിയ ഒരു സ്വലാത്ത് അല്ലേ, വളരെ ചെറുതാണ്. ഒരു വരി എന്ന് പറയാനൊന്നുമില്ല, ഏകദേശം ഒരു വരി മാത്രം വരുന്ന സ്വലാത്ത്. എന്നാൽ ഈ സ്വലാത്തിൽ അടങ്ങുന്ന അർത്ഥവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഉള്ളടക്കവും എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചെല്ലണമേ. സ്വലാത്തൻ തുഫ്തഹു ലനാ ബിഹാ അബ്വാബൽ മുശാഹദ, നല്ല സ്വലാത്ത്, നല്ല കാരുണ്യം നീ ചൊരിയണമേ. എന്നിട്ടോ അതുകൊണ്ട് തുഫ്തഹു ലനാ ബിഹാ അബ്വാബൽ മുശാഹദ, ഞങ്ങൾക്ക് സാക്ഷാത്കാരത്തിൻ്റെ മാർഗം നീ തുറന്നു തരണമേ. അല്ലാഹ്, സാക്ഷാത്കാരണം, സഫലീകരണം. എന്താണോ നമ്മുടെ സ്വപ്നം, ഏത് ജോലിയാണോ നമ്മൾ എയിം ചെയ്യുന്നത്, ഏത് മേഖലയിലേക്കാണോ നമുക്ക് എത്തിപ്പെടേണ്ടത്, ഏത് രാജ്യത്താണോ നമ്മുടെ ജോലിയുള്ളത്, അത് അള്ളാഹു നമ്മുടെ അവിടേക്ക് എത്തിക്കും. എന്നാൽ ആത്മാർത്ഥതയോടുകൂടെ സ്വലാത്ത് ചൊല്ലണം. ഈ ആത്മീയമായ സൽക്കർമ്മങ്ങൾക്കും അമലുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. വിശ്വാസം കൊണ്ടല്ലാതെ ഒരിക്കലും അതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. ആത്മാർത്ഥത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വലാത്തിൻ്റെ അർത്ഥം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സ്വലാത്തിൻ്റെ മാർഗമാണ്. ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? നമ്മൾ സാധാരണ ദിക്റുകൾ ചൊല്ലുന്നത് പോലെ ചൊല്ലിയാൽ സ്വലാത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്നല്ലാതെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ചൊല്ലുന്നത്, ജോലിയാണല്ലോ നമ്മളുടെ ലക്ഷ്യം, അപ്പോൾ അതിന് ഞാൻ പറയുന്ന ആ ഒരു പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് നിറവേറ്റി തരും. ഉറപ്പാണ്. ഇനി ഏതാണ് ത്വരീഖത്തുൽ അമൽ? എങ്ങനെയാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഈ സ്വലാത്ത് ചൊല്ലേണ്ടത് ആദ്യമായിട്ട് അവലൻ യതവല്ലഉൽ മുസ്ലിമു വുളൂഅൻ കാമില. ഒരു മുസ്ലിമായ മനുഷ്യൻ വുളൂ എടുക്കണം, കാമിലായ പൂർണ്ണമായ വുളൂ എടുക്കണം. നമ്മൾ ചിലപ്പോൾ ചെറിയ വുളൂ എടുക്കാറുണ്ട്. നേരം വൈകിയ സമയത്ത് ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ ഒറ്റ ഫർളുകളൊക്കെ 3 വട്ടം ചെയ്യുന്നതിന് പകരം ഒറ്റ വട്ടം ചെയ്ത് വുളൂ എടുക്കാറുണ്ട്. ഇവിടെ അങ്ങനെ പോരാ. ഇവിടെ പൂർണ്ണമായ വുളൂ എടുക്കണം. 3 തവണ ചെയ്യണം എല്ലാതും. അതോടൊപ്പം തന്നെ വുളൂവിൻ്റെ സുന്നത്തുകൾ, അഊദും ബിസ്മിയൊക്കെ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ സുന്നത്തുകളാണോ ഉള്ളത് അതൊക്കെ അന്വേഷിച്ചറിഞ്ഞ് ആ സുന്നത്തുകളടക്കം നമ്മൾ വുളൂയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ കാമിലായ ഒരു പൂർണ്ണമായ വുളൂ എടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ ഘട്ടം എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സുമ്മ യജ്ലിസു ഫീ മകാനിൻ ഹാദിഇൻ മുസ്തഖ്ബിലൻ ഇലൽ ഖിബ്ലതി. എന്നിട്ട് നമ്മൾ ഒരു ശാന്തമായ സ്ഥലത്തിരിക്കണം. ശാന്തമായ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുറിയാവാം, അല്ലെങ്കിൽ കുട്ടികളുടെ കരച്ചിലിൻ്റെ ശബ്ദമൊന്നുമില്ലാത്തൊരു സ്ഥലം, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകളിൽ
ആരുമില്ലാത്ത ശാന്തമായ ഹൃദയ സാന്നിധ്യം കിട്ടുന്ന ഒരു റൂമിൽ പോയിട്ടിരിക്കുക. എന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞിരിക്കണം. നിസ്കരിക്കുന്ന മുസല്ലയിൽ ഇരുന്നാൽ മതി. അങ്ങനെ ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് നമ്മൾ മൂന്നാമത്തത് അവൻ്റെ ഹൃദയത്തിലേക്ക് ഹബീബായ മുത്തുനബിയുടെ പ്രണയത്തെ കൊണ്ടുവരണം. എൻ്റെ നബിയാണ്, എനിക്ക് ഉമ്മയെക്കാളും ബാപ്പയെക്കാളും പ്രിയപ്പെട്ടവരാണ്, ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ പ്രവാചകൻ മുത്തുനബിയെയാണ്, അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ ആ മഹബത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു പ്രണയത്തിൻ്റെ ഫീൽ, ഒരു സ്നേഹത്തിൻ്റെ തോന്നൽ, ഒരു അനുഭവം, അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നബിയെക്കുറിച്ചുള്ള ആ സ്നേഹത്തിൻ്റെ കാവ്യങ്ങളൊക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും കഥകളുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് റിസ്ഖും നന്മയും ഉദ്ദേശിക്കുമെന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹബത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താഗ്രഹമാണോ റബ്ബിനോട് ചോദിക്കാനുള്ളത്, ആ ആഗ്രഹവും കൂടെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ثم يقرأ هذه الصلاة 303 مرات. എന്നിട്ടിപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന സ്വലാത്തിനെ 303 തവണ ചൊല്ലണം. 303 മറാത്ത്, 303 തവണ, 303 ടൈംസ് ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. എന്നിട്ടോ അഞ്ചാമത്തെ ഘട്ടം വബഅദൽ ഇൻതിഹാഇ, അങ്ങനെ നമ്മൾ 303 തവണ ഈ സ്വലാത്ത് ചൊല്ലി യദുഉല്ലാഹു തആല, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അയ്യഫ്തഹ ലഹു അബ്വാബ റിസ്ഖി വയുയസ്സിറ ലഹു അൽ അമല സ്വാലിഹ. നമ്മൾ അല്ലാഹുവിനോട് അബ്വാബ് റിസ്ഖ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ള സ്വലാത്തിൻ്റെ രൂപം. ഈ സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതിൽ പറയുന്നത് രൂപത്തിൽ എല്ലാ ദിവസവും ചൊല്ലണം. എത്ര ദിവസം ചൊല്ലണം? 17 ദിവസം. 17 ദിവസം 303 തവണ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏത് ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നിങ്ങളെ അവിടേക്ക് എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നൽകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 ഇത്ഖും മിനന്നാർ ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.